ഹലോ ട്രേഡേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് 25,350 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് വരേണ്ടതാണെന്ന്. അവിടെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നപ്പോൾ 25,372 എന്ന് പറയുന്നൊരു ലെവലിൽ വന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയും കഴിഞ്ഞ ആഴ്ച 25,855 എന്ന് പറയുന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു മാർക്കറ്റിൽ. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ലൊരു ട്രേഡ് പോസിബിൾ ആയിരുന്നു. അതായത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നോൺ റിവേഴ്സൽ സോൺ ഞാൻ മാർക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ടാർഗറ്റ് 1 ടാർഗറ്റ് 2 കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് ഫെബ്രുവരി 18 തീയതി ആയിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം മാർക്കറ്റിൽ നല്ലൊരു മാനിപ്പുലേഷൻ നടക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് വഴി മാർക്കറ്റ് മുകളിലോട്ട് പോയി പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്നാണ് മാർക്കറ്റ് താഴേക്ക് ഫോൾ ആയത്. ആ ഫോൾ ആയ സമയത്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ലെവൽ ബ്രേക്ക് ആകുകയും അതിനുശേഷം ടാർഗറ്റ് 1ഉം ടാർഗറ്റ് 2ഉം ഹിറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണിക്കുകയും അവിടുന്ന് അതിനുശേഷം ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്ഷൻ അത്യാവശ്യമാണ്. കറക്ഷൻ എന്ന് പറയുന്നത് ഫിബൊനാച്ചി ലെവൽ വെച്ചിട്ട് അതിൻ്റെ 0.5 ലെവൽ വരെ മാർക്കറ്റ് തിരിച്ചു കയറി പോകേണ്ടതാണ്. ഇവിടെ നമ്മൾ ഫിബൊനാച്ചി ലെവൽ യൂസ് ചെയ്ത് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 0.5 എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് ഇതാണ്, ഈ ബ്ലൂ ലൈനാണ് 0.5 ലെവൽ. ഇവിടെ മാർക്കറ്റ് ഒരു റിജക്ഷൻ എടുത്തിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ താരിഫിലെ ചേഞ്ചസ് മൂലം മാർക്കറ്റ് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഇവിടുന്ന് ഈ ഒരു 0.5 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് വെച്ചിട്ട് 5 മിനിറ്റ്സിൽ മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇവിടെ വളരെ വീക്കായിട്ടുള്ള ഒരു ട്രെൻഡാണ്, അതായത് ഒരു ഫിയർ സെല്ലിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതൊരു പക്ഷേ IT സ്റ്റോക്കുകളിലുണ്ടായ സെൽ ഓഫിൻ്റെ ആവാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തൊരു ട്രെൻഡ് പോസിബിൾ ആകാനാണ് സാധ്യത. വരുന്ന ദിവസങ്ങളിൽ, അതായത് നാളെ തിങ്കളാഴ്ച 23 തിങ്കളാഴ്ച ദിവസത്തെ ഓപ്പണിങ് ഗ്യാപ്പ് അപ്പ് ആയിക്കൂടാന്നില്ല. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 25,700 എന്ന് പറയുന്നൊരു ലെവലും 25,900 എന്ന് പറയുന്ന ഒരു ലെവലും മാർക്കറ്റ് അച്ചീവ് ചെയ്യേണ്ടതാണ്. അത് പറയാൻ കാരണം പ്രൈസ് ആക്ഷൻ പ്രകാരം നിയറസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രീവിയസ് ഹൈ വരുന്നത് ഈ ഒരു റേഞ്ചിലായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഈ 2 സെക്ഷൻ എടുത്തിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാത് ദിവസത്തെ ട്രെൻഡ് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാം. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു.